ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലശ്ശേരി സ്പെഷ്യലായ കിഴങ്ങ് പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കിഴങ്ങിനെ പല സ്ഥലങ്ങളിലും പറയുന്ന പേര് കപ്പ, കൊള്ളി, മരച്ചീനി എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കിഴങ്ങ് പൊരിച്ചത് തലശ്ശേരിയിലും മാഹിയിലും ഒക്കെ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റിയായ കിഴങ്ങ് പൊരിച്ചത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നീളം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് കിഴങ്ങ് പൊരി റെഡിയാക്കുന്നത്. എൻ്റെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചട്ടി ചെറുതായതുകൊണ്ടാണ് ഞാൻ കിഴങ്ങ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതുപോലെ തിൻ സ്ലൈസസ് ആയി കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കപ്പയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. അപ്പോഴേക്കും കപ്പയിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കപ്പ എവിടെ റെസ്റ്റ് ചെയ്യാനായി വെച്ച ടൈമിൽ കപ്പ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാറ്റർ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. മൈദപ്പൊടിക്ക് പകരം കടലപ്പൊടിയും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ കടലപ്പൊടി കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഞാൻ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. പക്ഷേ മൈദപ്പൊടി എടുത്താലോ കടലപ്പൊടി എടുത്താലോ കിഴങ്ങുപൊരിയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 10-12 വെളുത്തുള്ളിയും ഇഞ്ചി കഷ്ണവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചതച്ചെടുക്കാം. ഇനി പൊടികളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ചായി വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പൊ 1/2 കപ്പ് വെള്ളം മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടി എടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ കിഴങ്ങുപൊരിക്ക് ആവശ്യമായ ബാറ്റർ ഇത്തിരി കട്ടിയായിട്ടാണ് കാണുന്നത്. ഇത്ര കട്ടിയാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കാനായിട്ട് ടോട്ടൽ 1 കപ്പും 3 ടേബിൾ സ്പൂണുമാണ് വെള്ളം ആവശ്യമായി വന്നത്. ഇനി നമുക്ക് കിഴങ്ങുപൊരി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കിഴങ്ങ് കഷ്ണങ്ങളെടുത്ത് ബാറ്ററിലോട്ട് ഇടുക.
അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ കിഴങ്ങുപൊരിയുടെ പുറത്തെ കോട്ടിംഗ് വേഗത്തിൽ വേവുകയും അകത്തുള്ള കിഴങ്ങ് വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഒരു വശം വെന്തു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ വശവും കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കിഴങ്ങ് പൊരിച്ചത് നല്ല ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി കിഴങ്ങ് പൊരി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.